ഇനി മുഖം അതിൻ്റെ എന്താണ് അതിർത്തിയൊക്കെ പറയുന്നു. അതാ ഓഹുവ ആ മുഖം ഒസുലു വജിഹി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ മുഖം തൂലൻ നീളത്തിൽ മുകളിൽ താഴോട്ട് നോക്കുമ്പോൾ ലാഹിറു മാബൈന മനാബിത്ത് ഷാരി റസിഹി ഗാലിബൻ വതാഹിത്ത മുന്തഹാലഹയ്യഹീന. പിന്നെ മാബൈന മനാബിത്ത് ഷാരി റസിഹി ഇവന്റെ തലയിലെ മുടി മുളച്ച എന്താണ് മമ്പിത്തിന്റെ ജമ്മാണല്ലോ മനാബിത്ത് എന്ന് പറയുന്നത്. അപ്പം മുളക്കുന്ന സ്ഥലം അതിൻ്റെ ഇടയിലും അത് ഇവന്റെ തലയിലെ മുടി മുളക്കുന്ന ഗാലിബില്. അപ്പോൾ അവിടെ ഒരു ഇഷ്കാലിബിന് ശേഷം വരുന്നുണ്ട്. ഇവന്റെ തലയിലെ മുടി മുളയ്ക്കുക, അതിന് പിന്നെ ഗാലിബ് ഉണ്ടാവോ? ഇവന്റെ തലയിലെ മുടി അവിടെ ഉണ്ടാവില്ലേ? പിന്നെ അപ്പം അതിന് ഗാലിബും നാദിറും ഇല്ലല്ലോ, നിഷ്കാലി മറുപടിയും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇവന്റെ തലയിലെ മുടി സാധാരണ മുളക്കുന്ന സ്ഥലം അതിൻ്റെ ഇടയിലും താഹിത്ത മുന്തഹ മത്തിൽ മുന്തഹ എന്നുള്ളൂ. അവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് താഹിത്ത കൂട്ടിയതാ. കൂടുന്ന സ്ഥലം മുന്തഹ എന്ന് പറഞ്ഞാൽ മുജിത്തമഴ് എന്ന അവസാനിക്കുന്ന സ്ഥലം, കൂടുന്ന സ്ഥലം, അതിൻ്റെ താഴെയുള്ളതിൻ്റെയും ഇടയിൽ. അപ്പം അതിൻ്റെ താഴെയുള്ളതിൻ്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ താഹിത്ത് മുഖത്തിൽ പെട്ടതല്ല, മുന്തഹ മുഖത്തിൽ പെട്ടതാണ് എന്ന് വന്നു. അതുപോലെ മമ്പിറ്റു ഷാർ എന്തല്ല, അത് മുഖത്തിൽ പെട്ടതല്ല എന്നും വന്നു. പിന്നെ മുന്തഹാന്റെ അർത്ഥം പറയുന്ന ഐ തറഫിൽ മുഖ്ബിലി, പിന്നെ തറഫ് അറ്റം, മുഖ്ബില് മുദ്ബിർ എന്ന് പറഞ്ഞാൽ മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നല്ലേ. അപ്പൊ മുൻഭാഗത്തിന്റെ അറ്റം അതിന്റെ ഇടയിൽ എന്നാ. എന്തിൽ നിന്ന്? മിൻ ലഹിയൈഹി, അവന്റെ രണ്ട് താടിയല്ലേ അല്ലെ, രണ്ടു വശത്തുണ്ടല്ലോ, അതിങ്ങോട്ട് വന്ന് എന്താണ് കൂടുന്ന ആ മുഖ്ബില് മുൻഭാഗം, അതിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം എന്നാ, അതിന്റെ ഇടയിലുള്ളത്. അപ്പൊ ഈ തറഫുൽ മുഖ്ബില് എന്ന് പറഞ്ഞ തറഫുൽ മുഖ്ബില് എന്ന് പറഞ്ഞത് മുഖത്തുപെട്ടതാ. മിൻ ലഹിയൈഹി, ലഹിയ് എന്ന് ബിഫത്തഹിൽ ലാമി അലൽ മഷ്ഹൂരി ഫഹുവ മിനൽ വജ്ഹി. അപ്പൊ ഈ പിന്നെ ആ മുന്തഹ എന്നുള്ളത് എന്താണ്? അത് മുഖത്തിൽപ്പെട്ടതാണ്. ദൂന മാ താഹിത്തഹു, ആ മുന്തഹന്റെ താഹത്തിലുള്ളതിനെതിരായിട്ട് അതെവിടെ പെട്ടിട്ടില്ല, അത് മുഖത്തിൽ പെട്ടിട്ടില്ല. പിന്നെ വശാരി നാബിത്യ അല മാ താഹിത്തഹു എന്ന പോലെ ആ മാത്താഹിത്തന്റെ മേലിൽ മുളച്ച ഷാറും എന്തില്ല, രോമവും അതിൽ പെട്ടിട്ടില്ല, മുഖത്തിൽ പെട്ടിട്ടില്ല. അപ്പൊ ആ മാത്താഹിത്ത എന്ന് പറഞ്ഞത് ഷാറൻ വ ബഷറൻ എന്തല്ല, മുഖത്തിൽ പെട്ടതല്ല എന്നർത്ഥം. ഇനി ഈ താഹിത്ത മുന്തഹ എന്ന് താഹിത്ത ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൂട്ടിയതാണല്ലോ, മിന്നാജില് മുന്തഹ എന്നല്ലേ ഉള്ളൂ. അതനുസരിച്ച് ഇപ്പൊ എങ്ങനെ ശരിയാകുക? അപ്പൊ മുന്തഹന്റെ ഇടയിലുള്ളതും എന്ന പോലെ മമ്പിത്തിന്റെ ഇടയിലുള്ളതും എന്നല്ലേ വരിക. മമ്പിത്തിന്റെയും മുന്തഹന്റെയും ഇടയിലുള്ളത് എന്ന് പറയുമ്പോ ഇത് രണ്ടും ബന്ധിപ്പെട്ടതല്ല, മുഖത്തുപെട്ടതല്ല എന്ന് വരുമല്ലോ. അവിടെ മനാബിത്തിന്റെ അവിടെ ഇഷ്കാലില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞത് മുന്തഹ വജ്ഹിൽ പെട്ടതാണ്, അത് കഴുകണം എന്നല്ലേ. എന്നാല് മത്തിന് മാത്രം എടുത്താലോ മുന്തഹ പെട്ടതല്ല എന്നാ വരിക. അതിനൊരു മറുപടി പറയാം. ഒബി തെയ്വീല് റാഫിഈ ലഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ തെയ്വീല് ലഹു, എന്തിന്? ഈ മുന്തഹക്ക്. ബി അന്നൽ മുന്തഹ, ആ മുന്തഹ ലഹിയൈനി എന്നതുകൊണ്ട് എന്താണ്? ഖദ് യുറാദു ബിഹി, പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും മാ യലീഹി മിൻ ജിഹത്തിൽ ഹനക്കി, എന്തുദ്ദേശിക്കപ്പെടും? ആ മുന്തഹന്റെ എന്താണ് തൊട്ടടുത്തുള്ള സ്ഥലം ഉദ്ദേശിക്കപ്പെടും എന്നാ. അതിന്റെ തൊട്ടടുത്തുള്ളത് ഉദ്ദേശിക്കപ്പെടും, അത് ഉദ്ദേശിക്കപ്പെടൂല. അതിനോട് ചേർന്നത് മാ എലീഹി എന്ന് പറഞ്ഞാല് അത് അതിനോട് ചേർന്നത് ഏത് ഭാഗത്തുനിന്ന് ചേർന്നത് എന്നാ? മിൻ ജിഹത്തിൽ ഹനക്കി, ഹനക്കിന്റെ ഭാഗത്തുനിന്ന് ചേർന്നത് അത് ഉദ്ദേശിക്കപ്പെടും. എന്തല്ല ഉദ്ദേശിക്കാൽ ആ ആഹിറുഹു, ഈ പറഞ്ഞ എന്താണ് മുന്തഹന്റെ അവസാനമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പോ മുന്തഹന്റെ അവസാനം അല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ഉദ്ദേശിക്കുമെന്ന് പറയുമ്പോ ആ മുന്തഹ കൊണ്ട് ഉദ്ദേശം എന്താണ്? ആ മാത്താഹിത്തൽ മുന്തഹയാണ്. നേരത്തെ പറഞ്ഞ മുന്തഹന്റെ അർത്ഥം അനുസരിച്ച് ഈ പറയുന്നത് മാത്താഹിത്തൽ മുന്തഹയാണ്. അപ്പൊ രണ്ടും തമ്മിൽ എതിരില്ല. ആ തേവിയിൽ അനുസരിച്ച് വെറും മുന്തഹ എന്ന് പറഞ്ഞാൽ മതി.
ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞ അർത്ഥം അനുസരിച്ച് മുന്തഹക്ക് അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ അപ്പൊ തഹത്ത കൂട്ടണം. അപ്പൊ അങ്ങനെ ആ രണ്ട് ഇബാറത്തും കിതാബുകളിലുണ്ട്, രണ്ടിന്റെ ഉദ്ദേശം ഒന്നാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. തഅ്വീൽ റാഫിഈ റളിയല്ലാഹു അൻഹു ലഹു. അപ്പൊ അത് എന്താണ് മുന്തഹ ലഹ്യൈഹി എന്ന് പറഞ്ഞാൽ മുന്തഹക്ക് ഇമാം റാഫി റളിയല്ലാഹു അൻഹു കൊടുത്ത തഅ്വീൽ ബിഅന്നൽ മുന്തഹ മുന്തഹൽ ലഹ്യൈനി എന്ന് പറഞ്ഞ ലഫ്ള്. ആ മുന്തഹ കൊണ്ട് അത് യുറാദു ബിഹി ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും മാ യലീഹി, അതിനോട് ആ മുന്തഹയോട് എന്താണ് ചേർന്നത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മുന്തഹയോട് ചേർന്നത് മുന്തഹ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പുറവുണ്ടല്ലോ. അപ്പൊ ആ മുന്തഹയിൽ നിന്ന് മുത്തബാദിറാകുന്ന നേരെ പറഞ്ഞ അർത്ഥം ഉണ്ടല്ലോ, അതിനോട് ചേർന്നത്, അതിന്റെ ശേഷമുള്ളത് ഏത് ഭാഗത്തുനിന്ന്, ആ ഇപ്പുറത്തോട്ട് വായയുടെ ഭാഗത്തുനിന്നല്ല, അപ്പുറത്തുനിന്ന്. അതാ മിൻ ജിഹത്തിൽ ഹനക്കി എന്ന് പറഞ്ഞാൽ ആ ആഹിറുഹു, അതിന്റെ ആഹിർ അല്ല ഉദ്ദേശിക്കപ്പെടുക. ഇറാദു ബിഹി മാ യലീഹി എന്ന് പറഞ്ഞതിന്റെ മേൽ അത്വാണ് ലാഹിറുഹു, അതിന്റെ ആഹിറല്ല. അപ്പൊ ആഹിറാണ് എന്ത് പിന്നെ നേരത്തെ പറഞ്ഞർത്ഥം എന്ന തഅ്വീൽ കൊണ്ടിട്ട് എന്താവും യന്തഫിഉൽ ഇത്റാദു അലൽ മത്നി. അതെ ബി തഅ്വീൽ റാഫിഈ ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തഅ്വീൽ ചെയ്ത് അതുകൊണ്ട് ഇല്ലാതാകും, തടയപ്പെടും, തള്ളപ്പെടും ഇത്റാദ് മത്തിന്റെ മേൽ. എന്ത് ബി അന്നഹു യഖ്തലി ഖുറൂജ മുന്തഹാഹുമ മിനൽ ബൈനിയ്യത്തി, മത്തിന് തേടുന്നുണ്ട് ലഹ്യയിന്റെ മുന്തഹ ഖാരിജാണ് ബൈനിയ്യത്തിൽ നിന്ന്, ഇത് രണ്ടിന്റെ ഇടയിലുള്ളതിൽ നിന്നിട്ട് മുന്തഹ ഖാരിജാണ്. ഇടയിൽ ഉള്ളതിൽ നിന്ന് മുന്തഹ ഖാരിജായാൽ ആ മുന്തഹ ആ മുജ്തമഅ് മുഖത്തിൽപ്പെട്ടതല്ലാന്ന് വരും. അങ്ങനെയല്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത്. ആ മുന്തഹ ഇത് രണ്ടിന്റെയും ഇടയിലാണ്, മുഖത്തിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ ഇത്റാൽ അങ്ങനെ മറുപടി പറയാം. ഇനി ഏതാണ് ഈ ലഹ്യാനി എന്ന് പറഞ്ഞത്? അത് പറയുന്നു ഓഹുമ ആ ലഹ്യാനി എന്താണ് അല്ല അലുമാനില്ലതാണ് അലൈഹിമ അല്ല അസ്നാനു സുഫ്ല, അത് രണ്ടലുമാണ്, അതിന്റെ മേലാണ് ഉണ്ടാകുക എന്ത് താഴത്തെ പല്ലുകൾ, താഴത്തെ ഒരു നിര വരിപ്പല്ലുകൾ അതിന്റെ മുകളിലാണ് മുളയ്ക്കുക എന്നാ. ഇനി തഫ്സീറുൽ മുന്തഹ, മുന്തഹ എന്നതിന് തഫ്സീർ ബിമാ ദക്കർതുഹു, ഞാൻ പറഞ്ഞൊരു തഫ്സീർ, അതായത് ത്വറഫും മുഖ്ബില് എന്നല്ലേ പറഞ്ഞേ. അപ്പോ ത്വറഫും മുഖ്ബില് എന്ന അർത്ഥം പറയുമ്പോ ഈ എന്താണ് സഖിന് എന്നുള്ളത് മാത്രമല്ലല്ലോ. ത്വറഫും മുഖ്ബില് എന്ന് പറഞ്ഞാലേ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുന്തഹ എന്ന് പറഞ്ഞത് മുബ്തദ എന്ന് പറഞ്ഞതിന്റെ എതിരാണ്. അപ്പോ മുൻഭാഗത്തിന്റെ അറ്റം മുൻഭാഗത്തിന്റെ അറ്റം എന്ന് പറയുമ്പോ ഇങ്ങ് മുകളിൽ ചെവിന്റെ അവിടെ മുതൽ ഇങ്ങ് താഴോട്ട് എന്ത് താഴെ താടി രണ്ട് എല്ല് കൂട്ടിമുട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടം വരെ ഉള്ളതിന്റെ മുൻഭാഗം. അപ്പൊ ഫുള്ള് മുൻഭാഗം പെടും. അതാണ് ത്വറഫുൽ മുഖ്ബില് എന്ന് പറഞ്ഞത്. അപ്പോ ആ തഫ്സീർ കൊണ്ടിട്ട് യഷ്മലു ത്വറഫൽ മുഖ്ബിലി മിമ്മാ തഹത്തൽ ഇദാരി ഇല സഖനി ഉണ്ടോ. ഇദാറ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പിന്നെ ചെവിന്റെ നേരെയുള്ള രോമമാണല്ലോ, അതിന്റെ ആ രോമം മുളയ്ക്കുന്ന ഒരു എല്ലിന്റെ മുകളിലാണ്, അതിനാണ് ഇദാറ് എന്ന് പറയാം. അതിന്റെ താഴെ ഉള്ള ഭാഗം മുതൽ ദഖിന് വരെ, ദഖിന് എന്ന് പറഞ്ഞാല് അല്ലത്തി ഹിയ മിൻ മുന്തഹാഹുമാ, ആ ദഖിന് എന്ന് പറഞ്ഞത് രണ്ട് ലഹിയന്റെ മുന്തഹയിൽ പെട്ടതാണ് എന്നാ. മുന്തഹയിൽ പെട്ടതാണെന്ന് അറിയാൻ കാരണം എന്താ, അത് നേരത്തെ പറഞ്ഞ ത്വറഫുൽ മുഖ്ബിലാണ്, മുൻഭാഗത്തിന്റെ അറ്റമാണ്. അപ്പൊ ഓരോ ഭാഗത്തും ഇങ്ങനെ മുൻഭാഗത്തിന്റെ അറ്റ ഇങ്ങനെ കൂട്ടും അവിടെ മുതൽ ഇങ്ങോട്ട്. അപ്പൊ അതെല്ലാം പെട്ടു. മുന്തഹയിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ മുന്തഹന്റെ അർത്ഥം എന്താ, ഐ മുജ്തമഇഹിമാ, അത് രണ്ടും കൂട്ടിമുട്ടുന്ന, അതിന്റെ അതിൽ നിന്നുള്ള അല്ലത്തി ഹിയ, അതെ ദഖിന് അത് രണ്ടും കൂട്ടിമുട്ടുന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. മുജ്തമഅ ദഖിന് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഈ രണ്ട് താടിയല് മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ എന്താണ് അവസാനിക്കുന്നത്, അതിങ്ങനെ അത് രണ്ടെല്ലാണ് അവിടെ കൂട്ടി ഇരിക്കുകയാണ്. പിന്നെ അവിടെ ചിലർക്ക് ഇങ്ങനെ ഒരു ചെറിയ മാംസത്തിൽ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും. പിന്നെ ചെറിയ കുഴിയാണ് ഏതൊരു സൗന്ദര്യ. പിന്നെ വമിൻ സമ്മ അബ്ബറ ഗൈറുഹു ബിമുന്തഹൽ ലഹ്യൈനി വസ്സഖനി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അതിൽ പെട്ടതായത് കൊണ്ടാണ് എന്തായത് ചിലർ ഇബാറത്തിട്ട് മുന്തഹൽ ലഹ്യൈനി വസ്സഖനി, ലഹ്യൈന്റെ മുന്തഹ എന്നും എന്ന പോലെ സഖിന് എന്നും. അപ്പൊ മുന്തഹൽ ലഹ്യൈനി എന്ന് പറഞ്ഞാല് ആ എന്താണ് ചെവിന്റെ അവിടെ മുതൽ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ആ ഭാഗം, അതിന്റെ എന്താ മുന്നിലെ അറ്റം, മുൻപിൽ കാണുന്ന അറ്റം, ആ തൊറഫ്,
അത് മുതൽ ഇങ്ങോട്ട് ദഖന് എന്ന് പറഞ്ഞതോ അത് മുന്തഹയിൽ പെട്ടതാണ്. അതിനെന്താക്കി സ്വരീഹാക്കി തന്നെ പറഞ്ഞു ആ രണ്ട് കൂട്ടിമുട്ടുന്ന സ്ഥലം അവിടം വരെ. അപ്പൊ മോളിന്ന് താഴോട്ട് ഫുള്ള് കിട്ടുന്നർത്ഥം. ഇനി വാറല വീതിയില് ലാഹിറുമാബൈന ഉദിനൈഹി, ഇവന്റെ എന്താണ് ചെവിയുടെ മാബൈന ഉദിനൈഹി രണ്ട് ചെവിന്റെ ഇടയിലുള്ളത്. ഹത്താമാ ലഹറ ബിൽ ഖത്ഇ മിൻ ജിർമിൻ അഹ്വി അൻഫിൻ ഖുത്തിഅ, എന്താണ് ഏതുവരെ ലാഹിറാകുന്ന ഒന്നും എന്താണ് അത് ഇതിൽപ്പെട്ടതാ. അറലിൽ ലാഹിറു മാബൈന ഉദിനൈഹി രണ്ട് ചെവിന്റെ ഇടയിലുള്ള ഒന്നിന്റെ ലാഹിർ അല്ലെ. ലാഹിർ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ലാഹിർ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ബാത്തിനുണ്ടല്ലോ, വായിന്റെ ഉള്ളുണ്ട്, കണ്ണിന്റെ ഉള്ളുണ്ട്, അതുപോലെ മൂക്കിന്റെ ഉള്ളുണ്ട്. ഇതൊന്നും എന്താവൂല കഴുകൽ നിർബന്ധമുള്ള വജുഹിൽ പെട്ടതല്ല. പിന്നെ ഹത്താമാ ലാഹിറ ബിൽ ഖത്തി, മുറിഞ്ഞാല് ആ മുറിക്കൽ കൊണ്ട് ലാഹിറാകുന്നത്. മിൻ ജിർമിൻ അഹ്വി അംഫിൻ, അംഫു പോലത്തതിന്റെ ജിർമ്, പോലത്തത് എന്ന് പറഞ്ഞാൽ ചുണ്ടിന്റെ ജിർമ് ഒരു കഷ്ണം മുറിഞ്ഞു, എന്നാല് കുത്തിയ നഹ്വി അംഫിൻ കുത്തിയ അത് മുറിക്കപ്പെട്ടു. അപ്പൊ ഖത്അ മുബാശറാകുന്ന ആ മുറിവ് സംഭവിക്കുന്ന ഭാഗം മാത്രം, അല്ലാതെ മൂക്ക് ഹുള്ളിങ് ഛേദിച്ചു കഴിഞ്ഞാൽ മുറിച്ചു കഴിഞ്ഞാല് മൂക്കിന്റെ ഉൾഭാഗം പുറത്ത് കാണും അല്ലെ. അല്ലെങ്കിൽ ചുണ്ടിങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാല് താഴത്തെ ചുണ്ട് ഫുള്ളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പല്ലും മോണയൊക്കെ ഫുള്ള് കാണും. അതിപ്പോ മുഖത്തിൽ പെടുവോ ലാഹിർ എന്ന് പറയുമ്പോ? ഇല്ല, അത് പെടൂല. ആ ഖത്അ മുറിക്കുക എന്ന് പറഞ്ഞ് നേർക്ക് നേരെ സംഭവിച്ച ആ മുറിയുന്ന ഭാഗം മാത്രം അതാ. കാരണം എന്തുകൊണ്ടാ, ഇതാണ് തൂലിലും അറലിലും എന്ത് മുഖം എന്ന് പറഞ്ഞതിന് തെളിവ് പറയുന്നത്. വഹുവ തൂലൻ മാബൈന എന്നിങ്ങനെ പറഞ്ഞിട്ട് വാറലൻ മാബൈന, ഇതാണ് മുഖം എന്നതിന് തെളിവെന്താ അവർ പറയുന്നില്ല. വുഖൂഇൽ മുവാജഹത്തി, മുവാജഹത്ത് സംഭവിക്കുന്നു. അൽ മൗഖൂദി മിൻഹാ അൽ വജുഹു, ആ മുവാജഹത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് വജ്ഹ്. അപ്പോ വജ്ഹ് എന്ന് പറഞ്ഞ മുഖം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, മായഖഉബിഹിൽ മുവാജഹത്തു എന്നാണ്. അപ്പൊ ആ മുവാജഹത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാ, ബിദാലിക ലിവുഖൂഇൽ മുവാജഹത്തി ബിദാലിക എന്നാ. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ മൗഖൂദ് മിൻഹാൽ വജ്ഹു. അപ്പൊ ആ ഭാഷാ പ്രയോഗമാണ് ഇതിന് തെളിവ് എന്നർത്ഥം. കാരണം അതിന് വിരുദ്ധമായി ശരഈയായ ഒരു എന്താണ് മുഖം വേറെ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോ അതിന്റെ പിന്നെ ലുഗത്തിന്റെ മേൽ ഹംല ചെയ്യുമല്ലോ. ശരഈയായ മാനില്ലാഞ്ഞാല് അപ്പൊ പിന്നെ ലുഗവിയായ മാനിന്റെ മേൽ ഹംല ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ബിഖിലാഫി ബാത്തിനി ഐനിൻ, കണ്ണിന്റെ ഉള്ളിനെതിരായിട്ട്. അത് നേരത്തെ പറഞ്ഞ ലാഹിറിന്റെ എതിരാണ്. ഇതിന്റെ ഇടയിലുള്ള ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് മുഖത്തിൽപ്പെട്ടതല്ല. ബൽ ലായുസന്നു എന്ന് മാത്രല്ല, ആ കണ്ണിന്റെ ബാത്തിന് കഴുകൽ സുന്നത്തുമില്ല. ബൽ ഖാല ബഅദുഹും യുക്റഹു എന്നല്ല, ചിലർ കറാഹത്താന്നും പറഞ്ഞിട്ടുണ്ട്. ലില്ലറരി, കണ്ണിന്റെ ഉള്ളിൽ കഴുകൽ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കറാഹത്താന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും സുന്നത്തില്ല എന്നുള്ളത് ആണ്. ഇനി അംഫിൻ എന്നപോലെ അംഫിന്റെ ബാത്തിനും ഐന് എന്നുള്ളതിന്റെ മേലെ അത്തുഫ, ബാത്തിന് അതിന്റെ മേലെ അത്തുഫ് എന്ന് നമ്മൾ തഹ്ഖീഖിൽ എഴുതി. അങ്ങനല്ല, അംഫിൻ എന്നതിന്റെ മേലെ അത്തുഫ. അപ്പൊ ബാത്തിന് അംഫിൻ, അംഫിന്റെ മുഖം ഉൾഭാഗം, ഫമിന്റെ ഉൾഭാഗം ബാത്തിന്, ഇതിനൊക്കെ എതിരായിട്ട് അന്ന് മുഖത്തുപ്പെട്ടതല്ല. വൈൻ ലഹറ, ആ പറയുന്ന ബാത്തിന്, ഈ പറയുന്ന ബാത്തിന്, ഏത് കണ്ണിന്റെ ബാത്തിന്, അംഫിന്റെ ബാത്തിന്, ഫമിന്റെ ബാത്തിന്, അതെല്ലാം ലാഹിറായാലും ശരി. വൈൻ ലഹറ എന്ന് പറയുന്ന ലമീർ ബാത്തിനിലേക്കാണ് മടങ്ങുന്നത്. ബി ഖത്ഇ ജഫിനിൻ, എങ്ങനെ ലാഹിറായത്, ജഫിന് മുറിച്ചു, കണ്ണിന്റെ പോളയുണ്ട് മുറിച്ചു, എന്നാ പിന്നെ കണ്ണെപ്പോഴും പുറത്ത് കാണുമല്ലോ. അംഫിൻ മൂക്ക് മുറിച്ചു, ഷഫത്തിൻ ചുണ്ടു മുറിച്ചു, ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. എന്നാലും അപ്പൊ നേരത്തെ മുറിച്ചത് കൊണ്ട് ലാഹിറായത് എന്ന് പറഞ്ഞത് ആ മുറിവ് സംഭവിക്കുന്ന കത്തി ആ തട്ടി മുറിഞ്ഞു പോകുന്ന ഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് അങ്ങനെയല്ല.